ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എക്സ്പേർട്ട് അഡ്വൈസ്. പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി എത്തിയിരിക്കുന്നു. വിവിധ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ അറിയുന്നതിനായി ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തസ്തിക വരുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏതൊക്കെ പോസ്റ്റുകളുണ്ടെന്നും ക്വാളിഫിക്കേഷനും നോക്കാം. അപ്പോൾ പോസ്റ്റിലേക്ക് പോകാം. ആദ്യം നമുക്ക് പോസ്റ്റ് നോക്കാം. പോസ്റ്റ് നെയിം വരുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ്. കെമിക്കൽ വിഭാഗം, ഗ്രേഡ് E2. പേ സ്കെയിൽ വരുന്നത് 60,000 to 1,80,000 രൂപ വരെയാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ ഓർ പെട്രോകെമിക്കൽ ഓർ കെമിക്കൽ ടെക്നോളജി ഓർ പെട്രോകെമിക്കൽ ടെക്നോളജി ഓർ കെമിക്കൽ ടെക്നോളജി ആൻഡ് പോളിമർ സയൻസ്, കെമിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജി വിത്ത് മിനിമം 65% മാർക്കോടെ പാസ്സായിരിക്കണം. അടുത്ത പോസ്റ്റ് നെയിം വരുന്നതും എക്സിക്യൂട്ടീവ് ട്രെയിനി തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റേഷനാണ് വിഭാഗം, ഗ്രേഡ് E2 ആണ്. പേ സ്കെയിൽ വരുന്നത് 60,000 to 1,80,000 രൂപ തന്നെയാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 65% മാർക്കാണ് വേണ്ടത്. കാറ്റഗറി ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ ആണ്. പേ സ്കെയിൽ വരുന്നത് 60,000 to 1,80,000 രൂപ തന്നെയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് പവർ വിത്ത് മിനിമം 65% മാർക്ക് തന്നെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നതും എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ആണ്. പേ സ്കെയിൽ വരുന്നത് 60,000 to 1,80,000 രൂപ തന്നെയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് ഓർ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ വിത്ത് മിനിമം 65% മാർക്കാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി BIS ആണ്. ഗ്രേഡ് E2 തന്നെയാണ്. പേ സ്കെയിൽ വരുന്നത് 60,000 to 1,80,000. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് മിനിമം 65% മാർക്ക്, അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് മിനിമം 60 മാർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ്. 2 വർഷം മിനിമം 2 years ആണ് വേണ്ടത്. 65% മാർക്കും ആവശ്യമാണ്. ഇത്രയും പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ടോട്ടൽ 73 പോസ്റ്റുകളാണുള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾഡായ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് ഫുൾ ടൈം റെഗുലർ കോഴ്സ് പഠിച്ച കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എൻജിനീയറിംഗ് വേണ്ടത് BE, BTech, BSc എൻജിനീയറിംഗ് ആണ് ആവശ്യമുള്ളത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഇതിൽ യോഗ്യരായ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഗെയിലിൻ്റെ വെബ്സൈറ്റ് താഴെ നൽകിയിട്ടുണ്ട്. അത് മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് മാർച്ച് 18-നാണ്. അതിനു മുമ്പായി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ ജോബ് ഇൻഫർമേഷൻ അറിയുന്നതിന് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.